അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ മുത്തുനബി തങ്ങളുടെ മീലാദ് പരിപാടിയിലാണുള്ളത്. ഞാൻ പറയാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നബി തങ്ങളുടെ ദയയാണ്. ദയയിൽ നിന്ന് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരു ദിവസം മക്കയിൽ ഏറ്റവും ചൂടുള്ളൊരു ദിവസം ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടി ഒരു കുട്ടി പോവുകയായിരുന്നു. അങ്ങനെ ഒട്ടകത്തെ മേയിച്ചിരിക്കുമ്പോൾ ഉച്ചയായപ്പോൾ അവൻക്ക് വിശക്കാൻ തുടങ്ങി. അവൻ പേരയിലേക്ക് തിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പഴമോ വെള്ളമോ ഇല്ല. അങ്ങനെ കുറച്ച് നടന്നു പോയപ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ ചോട്ടിൽ കുറച്ച് പേര് ഇരിക്കുന്നത് കണ്ടു. അതിലൊരു വ്യക്തി ശാന്തമായി സംസാരിക്കുകയായിരുന്നു. അത് നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ കുട്ടിയെ അവരുടെ മുമ്പിലൂടെ പോകാൻ ലജ്ജ തോന്നി. കാരണം അവൻ്റെ വസ്ത്രം വൃത്തിയില്ലാത്തതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ കണ്ടു. അവനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൻ വിറക്കുന്ന കാലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനക്കൊരു വെള്ളപ്പാത്രം നീട്ടി. അവൻ ദാഹം തീരുന്നത് വരെ അത് കുടിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് വിശപ്പുണ്ടോ? അവൻ തല കുനിച്ചുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ആ സ്വഹാബി കുറച്ച് പാനീയവും ഒരു റൊട്ടിയുടെ കഷ്ണവും കൊടുന്നു. അത് തിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിന്നു കഴിയുന്നത് വരെ അവൻ്റെ അടുത്തിരുന്നു. അത് തിന്നു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് ചോദിച്ചു, നിന്റെ ഒട്ടകം എവിടെ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി വിഷമിച്ചു, എൻ്റെ ഒട്ടകം വിശന്നിട്ടുണ്ടാകും, ഞാനൊരു മരത്തിൽ കെട്ടിയിട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് പുഞ്ചിരിച്ചു പറഞ്ഞു, പേടിക്കേണ്ട, ഞാനും നിന്റെ കൂടെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി കൈയടിച്ചുകൊണ്ട് ഒരു കുളത്തിലേക്ക് അതിനെ കൊണ്ടുപോയി. അതിൻ്റെ ദാഹം തീരുന്നവരെ അത് വെള്ളം കുടിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദയ വേണം. അത് വലിയവരായാലും ചെറിയവരായാലും ദയ കാണിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കഥ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.